ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ന്യൂ ഡ്രാമയുടെ നെക്സ്റ്റ് പാർട്ടുമായിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ അധികം വെയിറ്റ് ചെയ്യാണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നേതന്റെ തലവെട്ടി കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ഹീറോയിനെ കണ്ട് ഡഗ്ലസും ഹൈത്തോയും വല്ലാണ്ട് പേടിക്കും. ഭയങ്കരമായിട്ട് ഒച്ച വെച്ച് കരഞ്ഞ് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടാന്നും പറഞ്ഞ് ഓടാനായിട്ട് നിൽക്കുമ്പോഴേക്കും ഷിഗയാണെങ്കിലോ രണ്ടിനെയും പിടിച്ച് ഒരു പോർട്ടൽ ക്രിയേറ്റ് ചെയ്ത് അവിടെ നിന്നും ഹീറോന്റെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും. ആ റൂമിൽ എത്തിയ ഉടനെ തന്നെ ഡഗ്ലസ് ആണെങ്കിലോ ഹൈത്തോനെ പിടിച്ച് 2-3 അടി അങ്ങോട്ട് വെച്ചു കൊടുക്കും. നിനക്ക് പെണ്ണിന്റെ സുഖം ആവശ്യമാണല്ലേടാന്നും പറഞ്ഞ് ഒരുപാട് ചീത്തയും അതിന്റെ ഇടയിൽ പറയുന്നുണ്ട്. അപ്പോഴാണ് ഷിഗ, നിങ്ങൾക്ക് ഇവിടെ അടുത്തെവിടെയെങ്കിലും തണുപ്പുള്ള പ്രദേശം അറിയാമോ? ഈ തലയെ അധിക നേരം വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല, എവിടെയെങ്കിലും എനിക്ക് സൂക്ഷിച്ചു വെക്കണമെന്ന് പറയും. ഇത് കേൾക്കുമ്പോ ഹൈത്തോ ഒരുപാട് ചീത്ത പറയും. അപ്പൊ തന്നെ ഡഗ്ലസ് ഹൈത്തോനെ മാറ്റി നിർത്തി ഹൈത്തോനെ മാത്രം കേൾക്കുന്ന രീതിയിൽ ഭയങ്കര സൗണ്ട് കുറച്ചാണ് ഡഗ്ലസ് സംസാരിക്കാനായിട്ട് തുടങ്ങുന്നത്. അവളെ ഒരു ഡീമൻ ഫോക്സ് ആണ്. ഈ ഒരു ഗ്യാപ്പ് യൂസ് ചെയ്ത് നമുക്ക് അവളെ എങ്ങോട്ടെങ്കിലും പറഞ്ഞഴക്കാം, പുറകെ നമുക്കും ഓടി രക്ഷപ്പെടാം. അവൾ എന്തായാലും ഒരു പെണ്ണൊന്നുമല്ല, പിന്നെ അവൾ ഒരു കൊലപാതകം കൂടി ചെയ്തിട്ടുണ്ട്. ഇനി ഇവളുടെ പുറകെ പോയാൽ നമുക്കായിരിക്കും പ്രോബ്ലം വരാൻ പോകുന്നത്. നമുക്ക് എങ്ങനെയെങ്കിലും ഇവളെ പറഞ്ഞയച്ചിട്ട് നമുക്ക് എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെടാന്ന് ഭയങ്കര സൗണ്ടൊക്കെ കുറച്ച് പറയും. ഇതാണെങ്കിലോ ഷിഗ കേൾക്കും. എനിക്ക് നിങ്ങൾ സംസാരിക്കുന്നത് ക്ലിയർ ആയിട്ട് കേൾക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതും ഈ ഡഗ്ലസ് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ എന്റെ കത്തിയെടുത്ത് അവന്റെ തൊണ്ടക്കുഴിയിൽ കുത്തിയിറക്കാനായിട്ടാണ് തോന്നുന്നതെന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ തന്നെ ഡഗ്ലസ് വല്ലാണ്ട് പേടിച്ചു പോകും. അപ്പൊ തന്നെ ഹൈത്തോ, ദേ നീ അവനൊന്നും ചെയ്യാൻ പാടില്ല, അവൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്, നീ എപ്പോഴും ഓർത്ത് വെക്കണം. അതേപോലെ നീ വെട്ടിക്കൊണ്ടുവന്ന ഈ തലയുണ്ടല്ലോ, ഇവിടെയൊന്നും വെക്കാൻ പാടില്ല, പോലീസ് കണ്ടാൽ നമ്മൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും. നീ ഇപ്പൊ ഞങ്ങളെയും കൂട്ടി ഒരു ഷാഡോ വേൾഡിന്റെ ഉള്ളിൽ കൂടിയല്ലേ വന്നത്, അതേപോലെ എവിടെയെങ്കിലും ഇതൊളിച്ചു വെച്ചാ പോരെ നിങ്ങൾ ചോദിക്കും. ഇത് ഞാൻ ഷാഡോ വേൾഡിന്റെ ഉള്ളിലേക്ക് അടിച്ചാല് അത് തിരിച്ച് എങ്ങോട്ടെങ്കിലും വരും, അതാണ് പ്രോബ്ലം. എന്തായാലും നിനക്കിപ്പോ എക്സാമ്പിൾ കാണിച്ചു തരാന്നും പറഞ്ഞ് ഒരു പോർട്ടൽ ക്രിയേറ്റ് ചെയ്ത് ഷിഗ ആ തല അതിലേക്ക് ഇടും. അപ്പൊ തന്നെ ഹൈത്തോന്റെ അടുത്ത് വേറൊരു പോർട്ടൽ ക്രിയേറ്റ് ആകും. അതിലൂടെ ആ തലയാണെങ്കിൽ ഊരിട്ട് നമ്മുടെ ഹൈത്തോന്റെ കയ്യിലേക്ക് വീഴും. ഇത് കണ്ട് പേടിച്ച് ഡഗ്ലസ് ആണെങ്കിൽ ആ തലയെടുത്ത് ഷിഗയുടെ കയ്യിലേക്ക് തന്നെ തിരിച്ചു കൊടുക്കും. ഞാനിനി ഇവിടെ ഒരു നിമിഷം പോലും നിൽക്കില്ല, ഞാൻ പോവാണ്, നീ എന്തെങ്കിലും കാണിച്ചോന്നും പറഞ്ഞ് ഡഗ്ലസ് വാതിലും തുറന്ന് പുറത്തേക്ക് പോകും. പോകുന്നതിന് മുമ്പായിട്ട്, എടാ നിന്റെ അച്ഛൻ തന്നെ പോലീസ് ഓഫീസറാണ്, ഈ ഒരു പ്രശ്നമൊക്കെ അറിഞ്ഞു കഴിഞ്ഞാല് നിന്നെ അറസ്റ്റ് ചെയ്യുമോ അല്ലെങ്കിൽ ആ പെണ്ണിനെ അറസ്റ്റ് ചെയ്യോ, എനിക്കൊരു പിടിയും കിട്ടുന്നില്ല, എന്താന്ന് വെച്ചാൽ നീ തീരുമാനിച്ചോന്നും പറഞ്ഞ് ഡഗ്ലസ് അവിടെ നിന്ന് രക്ഷപ്പെട്ടോടും. അതേപോലെ നേതന്റെ തല വെട്ടിയ ആ ഒരു റൂം ഉണ്ടല്ലോ, ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് ഇപ്പൊ ഹീറോന്റെ അച്ഛനും അസിസ്റ്റന്റും ആ ഒരു റൂമിലേക്ക് വരും. തലയില്ലാത്ത നേതന്റെ ബോഡിയും കാണും. അതേപോലെ ആ റൂമിൽ ഒരുപാട് ഏഷ്യൻ കാലഘട്ടത്തിലുള്ള ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അതെല്ലാം വരിവരിയായിട്ട് നോക്കിക്കൊണ്ട് നിൽക്കും. ആ ടൈമിനാണ് ഹീറോന്റെ അച്ഛന്റെ അടുത്തേക്ക് അസിസ്റ്റന്റ് വരുന്നത്. സാർ, നിങ്ങൾ ഇത് ശ്രദ്ധിച്ചായിരുന്നോ? ഒരു തുള്ളി രക്തം പോലും ഇവിടെയൊന്നും ചിന്നിച്ചിതറിയിട്ടില്ല. നോർമലി ഇങ്ങനെ തല വെട്ടിയെടുത്താല് എവിടെയെങ്കിലും ബ്ലഡിന്റെ സ്പോട്ടെങ്കിലും കാണേണ്ടതാണ്. പക്ഷെ ഇവിടെ തല വെട്ടിയ ഉടനെ തന്നെ ഞരമ്പിലൂടെ ഓടുന്ന എല്ലാ ബ്ലഡും ഫ്രീസ് ആയി പോയിട്ടുണ്ട്. അതിലെന്തോ എനിക്കൊരു ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ആ ടൈമിനാണ് എപ്പിസോഡിന്റെ ആദ്യം തന്നെ ഒരു മിസ്റ്ററി മാൻ വന്നില്ലേ, അയാള് അങ്ങോട്ടേക്ക് വരുന്നത്. അയാളാണെങ്കിലോ പുറത്തു നിൽക്കുന്ന ഒരു പോലീസുകാരനെ തല്ലിയിട്ട് അയാളുടെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഏതോ ഒരു ഫോറൻസിക് ആള് വരുന്ന പോലെ അകത്തേക്ക് കയറി വരും. അങ്ങനെ മൊത്തം ചുറ്റിക്കറങ്ങിയൊക്കെ നോക്കും. ആരുമില്ലാത്തൊരു തക്കം നോക്കി കയ്യിലുള്ള ഒരു റെഡ് കളർ പൊടിയെടുത്ത് ആ റൂമിൽ തൂക്കി വിടും. ആ ടൈമിന് ഇയാൾക്ക് മാത്രം ഷിഗ വന്ന് നേതന്റെ തല വെട്ടിയെടുക്കുന്ന ആ ഒരു വിഷ്വല് കാണും. ഇത് കണ്ട ഉടനെ തന്നെ, അപ്പോ നീ റിലീസായില്ലേ, പുറത്തു വന്ന ഉടനെ തന്നെ ഒരു മന്ത്രവാദിയുടെ തല നീ വെട്ടിയെടുത്തല്ലേ, ഇനി നിന്നെ ഇങ്ങനെ വിട്ടാ ശരിയാവില്ല എന്ന് പറഞ്ഞു നിൽക്കും. ആ ടൈമിനാണ് ഹീറോന്റെ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നത്. ഇയാളെ കണ്ടിട്ട് ഫോറൻസിക്കിൽ നിന്ന് വരുന്ന ആളാണെന്ന് വിചാരിച്ച് എത്രയും പെട്ടെന്ന് ഇവിടെയുള്ള എല്ലാ ഫിംഗർ പ്രിന്റ്സും എടുക്കണം, അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് പറഞ്ഞ് ഒരുപാട് ഓർഡർ അങ്ങോട്ട് കൊടുക്കും. പുള്ളിയാണെങ്കിലോ, ശരി രാജാവേ, അങ്ങ് പറയുന്ന പോലെ ഈ അടിയും ചെയ്തോളാന്നും പറഞ്ഞ് അവിടെ നിന്ന് അങ്ങോട്ട് എഴുന്നേറ്റ് പോകും. ഇയാൾ ഇതാരാണ്, വെറൈറ്റി ആയിട്ടാണല്ലോ സംസാരിക്കുന്നതെന്ന് പറഞ്ഞ് ഹീറോന്റെ ഫാദറും ഭയങ്കര കൺഫ്യൂഷൻ ആയിട്ടിരിക്കും. അതേ ടൈം ഷിഗേനെയും ഹൈത്തോനെയും കാണിക്കാണ്. രണ്ടുപേരും കൂടി ഇപ്പോ റൂമിലാണുള്ളത്. അപ്പോഴേക്കും ഷിഗ, നീ എന്താണ് എന്റെ അടുത്ത് ഒന്നും മിണ്ടാണ്ട് നിൽക്കുന്നത്, ഒരുപാട് നേരമായല്ലോ, നമ്മളിപ്പോ എന്തായാലും ഒന്നായതല്ലേ, അപ്പൊ റൊമാൻറ്റിക് ആയിട്ട് എന്തെങ്കിലും എന്നോടൊന്ന് സംസാരിച്ചോടെ നീന് ചോദിക്കും. അപ്പൊ തന്നെ ഹൈത്തോ പയ്യെ തിരിഞ്ഞു നോക്കും. നേതന്റെ തല വെട്ടി അവിടെ ടേബിളിന്റെ പുറത്ത് വെച്ചേക്കുവാണ്. ഇത് കാണുമ്പോ തന്നെ, ഈ ഒരു തല കണ്ട് ഞാൻ എന്ത് നിന്റെ അടുത്ത് റൊമാൻറ്റിക് ആയിട്ട് സംസാരിക്കാനാണ്, ഇത് കണ്ട റൊമാൻറ്റിക് അല്ല വേറെ എന്തൊക്കെയോ എനിക്ക് ഫീലിങ്സ് വരുന്നേന്നും പറഞ്ഞ് രണ്ട് കൈയുടെ സ്ലീവ് ഇങ്ങനെ വലിച്ചു നീട്ടിയിട്ട് ആ തല എടുത്തുകൊണ്ട് പോയി
ഹീറോന്റെ റൂമിൽ തന്നെയുള്ള ചെറിയൊരു ഫ്രിഡ്ജിന്റെ ഉള്ളിലേക്ക് വെക്കും. ഇത് കാണുമ്പോ തന്നെ ശിഖ നിന്റെ വീടിന്റെ ഉള്ളിൽ തന്നെ മഞ്ഞുള്ള ഒരു പ്രദേശം ഉണ്ടല്ലേ എന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പൊ തന്നെ ഹൈത്തോ ഞാൻ പറയുന്നത് കേട്ട് നീ എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാനാണ് ആവശ്യമില്ലാണ്ട് നിന്നെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നത്. പക്ഷെ നീ ഇങ്ങോട്ടേക്ക് വന്ന് ആവശ്യമില്ലാണ്ട് ഓരോരുത്തരെ വെട്ടിക്കൊന്നതേ തലയും കൊണ്ട് നടക്കുന്നു. ഇതൊന്നും ശരിയാവില്ല. ഇതൊക്കെ ഇവിടെ ഒരു കുറ്റകൃത്യമാണ്. ഞാൻ ശരിക്കും നിന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പാടില്ലായിരുന്നു. അതെന്റെ ഭാഗത്ത് നിന്നും വന്ന തെറ്റാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പിരിയാനായിട്ടുള്ള നേരമായി എന്ന് തോന്നുന്നു. നീ എന്തായാലും തിരിച്ചു പോകണമെന്നറിയും. ഇത് കേൾക്കുമ്പോ തന്നെ ശിഖ ഈ പിരിയുന്ന കാര്യമൊക്കെ നമ്മൾ ഒന്നായി ചേരുന്നതിന് മുമ്പ് നീ ചിന്തിക്കേണ്ട കാര്യമായിരുന്നു. നമ്മളിപ്പോ ഒന്നായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മുടെ സോളുകൾ തമ്മിൽ ഒന്നായി. ഇനി നീ വിചാരിച്ചാ പോലും അതിനെ പിരിച്ചുവിടാനായിട്ട് സാധിക്കില്ല. എന്തായാലും എനിക്ക് ഇവിടെ നിന്ന് പോവാൻ പറ്റില്ല എന്നറിയും. നിനക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലേ? പുറത്തില്ലേ എന്റെ പാരന്റ്സ് ഉണ്ട്. അതുമല്ലാണ്ട് എനിക്കൊരു സിസ്റ്റർ ഉണ്ട്. അവൾ എപ്പോ വേണമെങ്കിലും ഈ റൂമിലേക്ക് കയറി വരാം. നിന്നെ ഇവിടെ കണ്ടു കഴിഞ്ഞാല് എനിക്ക് വലിയ പ്രശ്നമാകുമെന്നും പറഞ്ഞിട്ട് വല്ലാണ്ട് നെർവസ് ആകുമ്പോ ഹൈത്തോന്റെ കൈ വല്ലാണ്ട് സ്വെറ്റ് ആവാനായിട്ട് തുടങ്ങും. ഇത് കാണുമ്പോ തന്നെ ശിഖ അല്ല നിനക്ക് എന്താ പറ്റിയത്? നിന്റെ കൈയൊക്കെ നന്നായിട്ട് സ്വെറ്റ് ആവുന്നുണ്ടല്ലോ എന്ന് ഇങ്ങനെ ചോദിക്കും. നെർവസ് ആയ ഇങ്ങനെയാന്ന് പറയും. ഓ അങ്ങനെയാണോന്നും പറഞ്ഞ് ശിഖയാണെങ്കിലോ ഹൈത്തോന്റെ കൈയെടുത്ത് പയ്യെ ഒന്ന് ഊതിക്കൊടുക്കും. നല്ല കൂളിംഗ് ആയിട്ടൊക്കെ ഹൈത്തോന് തോന്നുന്നുണ്ട്. ഇതൊക്കെ ഓക്കെ, ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോ നിന്നെ നല്ല ക്യൂട്ടായിട്ടൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ ഞാൻ ഈ ഒരു പ്രോബ്ലത്തിൽ നിന്ന് എങ്ങനെ പുറത്ത് കടക്കുമെന്ന് ഞാൻ ചോദിക്കും. എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ടെന്ന് പറയും. എന്താ ഐഡിയ എന്ന് ഹൈത്തോയും ചോദിക്കും. നമുക്ക് ഒന്നും കൂടി ഫസ്റ്റ് നൈറ്റ് സെറ്റ് ആക്കാം. അപ്പോ നമ്മുടെ ബോണ്ടിങ് സ്ട്രോങ് ആകുമെന്ന് പറയും. അയ്യോ അതൊന്നും വേണ്ടെന്ന് നമ്മുടെ ഹൈത്തോ പറയുന്നുണ്ടെങ്കിലും ശിഖയാണെങ്കിലും ഒന്നും സമ്മതിക്കുന്നില്ല. അപ്പൊ തന്നെ ഹൈത്തോന്റെ മേത്തേക്ക് പാഞ്ഞങ്ങോട്ട് വീഴും. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് കാണിക്കുന്നത്. നമ്മുടെ ഹൈത്തോയാണെങ്കിൽ അണ്ടർവെയർ ഒക്കെ ഇട്ടാണ് എഴുന്നേൽക്കുന്നത്. അങ്ങനെ തന്നെ ടീഷർട്ട് ഒക്കെ എടുത്തിട്ട് ഇന്നലെ കണ്ടതെല്ലാം സ്വപ്നമല്ലേ, നീ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പെൺകുട്ടിയാണ് എനിക്കറിയാന്ന് പറയും. അപ്പൊ തന്നെ ശിഖ അല്ലല്ലോ എന്നും പറഞ്ഞ് ആ ഒരു ചെറിയ ഫ്രിഡ്ജ് തുറന്ന് കാണിച്ചു കൊടുക്കും. അതില് നേരത്തെ തലയിരിക്കുന്നുണ്ടല്ലോ. അത് കണ്ട് ഹീറോ തന്നെ തലയിൽ കൈവച്ചിടിക്കാനായിട്ട് തുടങ്ങും. ദൈവമേ ഒന്നും സ്വപ്നമില്ല, എല്ലാ റിയാലിറ്റിയിലും നടന്ന കാര്യങ്ങളാണെന്നും പറഞ്ഞ് വല്ലാണ്ട് ഫീൽ ചെയ്തോണ്ടിരിക്കും. പെട്ടെന്നാണ് അമ്മ അങ്ങോട്ടേക്ക് വരുന്നത്. ഈ ഒരു സൗണ്ട് കേൾക്കുമ്പോ തന്നെ ഹൈത്തോ വല്ലാണ്ട് നെർവസ് ആകും. അപ്പൊ തന്നെ ശിഖ അവനുമായിട്ട് ഒരു പോർട്ടൽ ക്രിയേറ്റ് ചെയ്ത് അവൻ കോളേജിലേക്ക് പോകുന്ന ആ വഴിയിലേക്ക് കൊണ്ടുവന്നിറക്കും. എല്ലാം കൂടി ആകുമ്പോഴത്തേക്കും ഹൈത്തോന് ഭ്രാന്ത് കയറുന്നുണ്ട്. ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? നീ എന്നെ ഇട്ടിട്ട് പോവാനായിട്ട് ഞാൻ ഇനി നിനക്ക് എന്ത് ചെയ്ത് തരണോന്ന് ഇങ്ങനെ ചോദിക്കും. ദേ ആ മൂലക്കുണ്ടല്ലോ ഐസ്ക്രീം വണ്ടിയുണ്ട്, എനിക്കൊരു ഐസ്ക്രീം വാങ്ങി തരുമോ എന്ന് ഇങ്ങനെ ചോദിക്കും. ആ ഞാൻ ഇപ്പൊ തന്നെ ഐസ്ക്രീം വാങ്ങിച്ചു തരാം. ആ ഐസ്ക്രീം കഴിച്ചിട്ട് ഇപ്പൊ തന്നെ എന്നെ വിട്ടിട്ട് പോയിക്കോളണമെന്നും പറഞ്ഞ് ഒരു ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചു കൊടുക്കും. അങ്ങനെ ഐസ്ക്രീം ഒക്കെ കഴിച്ചതിന് ശേഷം എനിക്ക് അങ്ങനെ പെട്ടെന്ന് നിന്നെ വിട്ടിട്ട് പോവാനൊന്നും പറ്റില്ല, എനിക്ക് കുറച്ച് വർക്കുണ്ട്, അതൊക്കെ തീർക്കണോന്ന് പറയും. എന്ത് വർക്കാണെന്ന് ഹൈത്തോയും ചോദിക്കും. അപ്പൊ തന്നെ ശിഖ ഇതേപോലെ 4 പേരുടെ തലയും കൂടി എനിക്ക് വെട്ടിയെടുക്കണോന്ന് പറയും. അയ്യോ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, ഇതിന് ഞാൻ സമ്മതിക്കില്ല എന്ന് പറയും. അതെന്തുകൊണ്ട് നീ സമ്മതിക്കില്ല? അതിനൊരു റീസൺ പറഞ്ഞതാ. അങ്ങനെയാണെങ്കിൽ ഞാൻ ചെയ്യാണ്ടിരിക്കാന്ന് പറയും. വേറൊന്നുമല്ല, ഈ തലയൊക്കെ വെട്ടിക്കൊണ്ട് വന്നാലേ വെക്കാനായിട്ട് ഫ്രിഡ്ജിൽ സ്ഥലമില്ല എന്ന് പറയും. നീ നന്നായിട്ട് ടെൻഷൻ ആവുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ. നിന്റെ ഈ ടെൻഷൻ മാറാനായിട്ട് എന്റെ കയ്യിലൊരു വഴിയുണ്ട്. നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ എൻഗേജ്മെന്റ് നടത്തി വെക്കാന്ന് പറയും. ഇത് കേൾക്കുമ്പോ ഹീറോ വീണ്ടും നെർവസ് ആകും. എന്താ നീ പറയുന്നത്? ഞാൻ ഇപ്പോഴാണ് കോളേജിൽ പഠിക്കുന്നത്. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഈ എൻഗേജ്മെന്റ് ഒക്കെ നടത്തുന്നത് എന്ന് ചോദിക്കും. അതൊക്കെ ഉണ്ടല്ലോ നീ എന്റെ കൂടെ ഒന്നായിരിക്കുന്നതിന് മുമ്പ് ചിന്തിക്കേണ്ട കാര്യമായിരുന്നു. അപ്പൊ നീ ചിന്തിച്ചില്ലല്ലോ. അപ്പൊ എന്റെ കൂടെ ഹാപ്പി ആയിട്ട് അങ്ങോട്ട് ഇരുന്നു. അപ്പൊ പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, എൻഗേജ്മെന്റ് നടത്തിയേ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ ബോണ്ടിങ്ങും സ്ട്രോങ് ആകും എന്ന് പറയും. ആ ഓക്കെ നമുക്ക് എൻഗേജ്മെന്റ് നടത്താം, പക്ഷെ എവിടെ വെച്ച് നടത്തുമെന്ന് നിന്നെ ചോദിക്കും. അപ്പൊ തന്നെ ശിഖ അത് നിന്റെ വീട്ടിൽ വെച്ച് നടത്തിയ പോരെന്ന് നിന്നെ ചോദിക്കും. പിന്നെ വീട്ടിൽ വെച്ചോ? അതൊന്നും ശരിയാവില്ല, വേറെ ഏതെങ്കിലും സ്ഥലം കണ്ടുപിടിക്കണോന്ന് പറയും. അങ്ങനെയാണെങ്കിൽ നീ പോയിട്ട് സ്ഥലമൊക്കെ കണ്ടുപിടിക്ക്. ഞാനേ ഒന്ന് പോയിട്ട് ഒരു ഡാൻസ് പഠിച്ചുകൊണ്ട് വരാം. എൻഗേജ്മെന്റിന് ഞാനൊരു ഡാൻസ് ചെയ്യണമല്ലോ. അപ്പോ നിങ്ങളുടെ രീതിയിലുള്ള ഡാൻസ് പഠിച്ചിട്ട് വരാന്നും പറഞ്ഞ് നടക്കും. അപ്പൊ തന്നെ ഹൈത്തോ പോയിട്ട് സ്റ്റോപ്പ് ചെയ്യും. നീ എവിടെയാണ് പോകുന്നത്, എപ്പോഴാണ് വരുന്നതെന്ന് എനിക്ക് അറിയാനായിട്ട് പറ്റുന്നില്ല. അതിനെ എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ടെന്നും പറഞ്ഞ് ശിഖക്ക് ഒരു ഫോൺ വാങ്ങിച്ചു കൊടുക്കും. എന്നിട്ട് എങ്ങനെയാണ് കോള് ചെയ്യേണ്ടത്, എങ്ങനെയാണ് കോള് വരുമ്പോ അറ്റൻഡ് ചെയ്യേണ്ടത് എന്നൊക്കെ കാണിച്ചു കൊടുക്കും. ഈ മന്ത്ര കണ്ണാടി കൊള്ളാലോ, ഈ മന്ത്ര കണ്ണാടി യൂസ് ചെയ്ത് നിന്നെ എപ്പോ വേണമെങ്കിലും എനിക്ക് കാണാമല്ലേ. എന്തായാലും എനിക്കിത് ഇഷ്ടപ്പെട്ടു എന്നും പറഞ്ഞ് ശിഖയും ആ ഫോണ് വാങ്ങിച്ചു വെക്കും. ആക്ച്വലി പുള്ളിക്കാരൻ ആ ഫോൺ കൊടുക്കുമ്പോ ട്രാക്കിംഗ് ഡിവൈസ് ഓൺ ചെയ്ത് വെച്ചിട്ടാണ് കൊടുക്കുന്നത്. ഇവളെങ്ങോട്ടൊക്കെയാണ് പോകുന്നത് എന്ന് ഹീറോന് കണ്ടുപിടിക്കാം. അതിനു വേണ്ടിയിട്ടാണ്. അങ്ങനെ ശിഖയും അവിടെ നിന്ന് പോകും. ശിഖ പോയ പുറകെ തന്നെ ഹൈത്തോയാണെങ്കിൽ നേരെ ഡഗ്ലസിനെ കാണാനായിട്ടാണ് ചെല്ലുന്നത്. ഡഗ്ലസ്
ഹൈത്തനെ കണ്ട ഉടനെ തന്നെ എന്തോ താൻ ഭയങ്കര ബിസിയാണെന്ന് പറഞ്ഞിട്ട് ഹെഡ്സെറ്റ് ഒക്കെ എടുത്ത് വെച്ച് ഗെയിം ഒക്കെ കളിക്കാനായിട്ട് തുടങ്ങും. എന്താടാ ഡഗ്ലസ് നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? നീ എൻ്റെ അടുത്ത് എപ്പോഴും പറയുമായിരുന്നില്ലേ എനിക്ക് എന്ത് പ്രോബ്ലം വന്നാലും എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നീ അവിടെ വരുമെന്ന്. എന്നിട്ടിപ്പോ നീ എന്നെ കണ്ടിട്ട് മോന്തിയം തിരിച്ചു വെച്ച് നടക്കുവാണോ? പ്ലീസ് എടാ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്, അവളിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷിക്കടാന്ന് പറയും. എന്ത്? നിന്നോട് ഞാൻ എപ്പോഴാ നിന്നെ വന്ന് രക്ഷിക്കാന്ന് പറഞ്ഞത്? അല്ല നീ ആരാണ്, എനിക്ക് നിന്നെ മനസ്സിലായില്ല എന്നും പറഞ്ഞിട്ട് ഡഗ്ലസ് ആണെങ്കിലോ ഭയങ്കര ആറ്റിറ്റ്യൂഡ് കാണിക്കാനായിട്ട് തുടങ്ങും. എന്താടാ നീ ഇങ്ങനെയൊന്നും കാണിക്കല്ലടാ, പ്ലീസ് എടാ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഹൈത്ത ഭയങ്കരമായിട്ട് കെഞ്ചും. പിന്നെ വേറെ നിവൃത്തിയില്ലാണ്ട് ആ ഓക്കേടാ നിന്നെ ഹെൽപ്പ് ചെയ്യാ, നീ ഏതോ ഒരു റിച്വൽസ് ചെയ്തിട്ടല്ലേ അവളെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത്. അങ്ങനെ നീ റിച്വൽസ് ഒക്കെ ചെയ്ത് അവളെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തി നിങ്ങൾ ഒന്നായി. അങ്ങനെ ഒരു റിച്വൽസ് ചെയ്ത് നിങ്ങളെ ഒന്നാക്കാനായിട്ട് സാധിക്കുമെങ്കിൽ അതേപോലെ ഒരു റിച്വൽസ് ചെയ്ത് നിങ്ങളെ തമ്മിൽ പിരിക്കാനും സാധിക്കില്ലേ? എന്തായാലും ഇതിനെപ്പറ്റി ആ ലൈബ്രറിയിൽ വല്ല ബുക്കും ഉണ്ടാകും, നമുക്ക് എന്തായാലും അവിടെ ചെന്നൊന്ന് നോക്കാന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി പോകും. നമ്മുടെ ഹൈത്തോ ഷിക്കയുടെ പിടിയിൽ നിന്നും ഇനി എങ്ങനെയായിരിക്കും രക്ഷപ്പെടാനായിട്ട് പോകുന്നത്? എന്തായാലും വരുന്ന പാർട്ടിലൂടെ നമുക്കത് മനസ്സിലാക്കാം. അപ്പോ പുതിയ കൂട്ടുകാരാരെങ്കിലും നമ്മുടെ ഈ ചാനൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. കൂടെ തന്നെ വീഡിയോക്ക് ഒരു ലൈക്കും വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റിലൂടെയും അറിയിച്ച് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് പാർട്ടുമായിട്ട് വരുന്നവരേക്കും ടാറ്റ ബൈ ബൈ, സീ യു.